പറഞ്ഞിപ്പം മീനും കൂട്ടാൻ പറ്റാതെയായി. അതെന്താ? മീനിൽ എന്തോ മരുന്നിടണുണ്ടെന്ന് കമറു പറഞ്ഞു. മരുന്നിടുന്നത് നല്ലതാ, മീനിന്റെ കേടൊക്കെ ഒന്ന് പോയിക്കോളും, മനസ്സിലായില്ലേ? ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് മീൻ കൊണ്ടുവന്നോ കൂടി ഇല്ലാതാക്കിയ ആളാ. ഇറച്ചും കോയും കൊണ്ടുവന്ന ഏതായാലും ഇല്ലാതാക്കി. എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ. ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തോളൂ ദീനുൽ ഇസ്ലാമെന്ന് പുറത്താ. അല്ല, സമയം പന്തായി? ബാങ്ക് കൊടുത്തല്ലോ, 12:30 കഴിഞ്ഞുണ്ടാവും. അതാ വാർത്ത കേട്ടില്ലല്ലോ. എന്റെ കൈമലാണെങ്കിൽ ഇപ്പൊ മീനും ആയി. സൈനുജീനെ, സൈനുജി ആ റേഡിയോ ഒന്ന് തുറന്നാ. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കോഴിക്കോട് വെച്ചാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്ത 2000 വർഷം പഴക്കമുള്ള മനുഷ്യാസ്ഥികൂടം രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി. ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം കിലോക്ക് 3 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒന്നുമില്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്ലിറ്റ് നൽകി ആദരിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരിയിൽ വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം ജമീല, ജമീല എടി അന്താൻ കേട്ടോളെ ഇവിടെ വന്നാ. എന്തേ ഇത് കണ്ടോ ജി? പടച്ചോനെ, നിങ്ങൾ ഇത് ഇട്ടിട്ട് എവിടെ പോയിനി? അന്റെ തലയില് നീ കാവുന്ന് കാണുന്ന മുണുകിക്കോളി എല്ലാരും കൂടി, മനസ്സിലായില്ലേ? അത് ശരി, മീൻ പാത്രം മുറ്റത്തിട്ട് എണീറ്റ് പോയിട്ട് കുറ്റൊക്കെപ്പന്റെ തലയിലായ. ആ കുറ്റ എന്റെ തന്നെ. എന്റെ തറവാട് ഏതാ അറിയക്ക്? നിങ്ങളെ തറവാട് ഏതാന്ന് എനിക്കറിയാം, പക്ഷെ പൂച്ചയ്ക്കും കാക്കയ്ക്കും അറിയില്ലല്ലോ. ചെറിയ പാമ്പാണ് ഈ വലിയ പടികൊണ്ട് തലണെന്ന് പറഞ്ഞ മാതിരി. പച്ചമീൻ ഇല്ലാതെ ഞാൻ ചോറൊന്നുമില്ല, മനസ്സിലായില്ലേ? ഉണക്കമീൻ മതിയാ? ഓണക്കമീൻ ഉണ്ട്. ഞങ്ങളെ തറവാട്ടുകാർ ഉണക്കമീൻ തിന്നില്ല, പച്ചമീൻ തിന്നാൻ കഴിവുള്ളോല, മനസ്സിലായില്ലേ? എന്നാലിന്ന് തറവാടിന്റെ പോരിശൻ പറഞ്ഞ് പട്ടിണി കിടന്നോളി. എനിക്ക് മെയിനും ഇറച്ചിയില്ലെങ്കിലും ചോറിറങ്ങും. എനിക്ക് കുറെ ചോറ് ഉരുളാക്കി വേണമെങ്കിൽ ജാറം ഫുള്ളാക്കിയാ മതിയല്ലോ. ഏതായാലും നിങ്ങൾ തിന്നണ അത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല. ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും ജി പറയണ്ട. ഞാൻ പള്ള നാർന്നാലും തിന്നു. അന്റെ തറവാടിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ടല്ലോ ഇവിടെ 3 നേരം ചോറൊക്കെണ്, മനസ്സിലായില്ലേ? അതിനിപ്പോ നിങ്ങൾ എന്തിനാ എന്റെ തറവാടിനെ പറ്റി പറയണ്? അന്റെ തറവാട് തീ കൊടുത്ത് ചൂട്ടാളു ഞാന്, മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ തറവാട് ചൂടാനൊന്നും പോണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. മീൻ വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പോണോ? ആര് വാങ്ങിക്കൊണ്ടുവന്നാലും വേണ്ടില്ല, എനിക്ക് ഉച്ചാവുമ്പോ ചോറ് നിന്നാണ് ഈ പച്ചമീൻ കിട്ടണം, മനസ്സിലായില്ലേ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒന്ന് തിരിച്ചു പോകണോ? പോണെങ്കിൽ ഇപ്പൊ തന്നെ പോകാം. അടുത്ത മാസം ഫൈനൽ ഇയർ പരീക്ഷയാണ് എനിക്ക്. മല പോലെ കൂട്ടിയിട്ട പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർക്കാനുള്ളതാ. വീട്ടിലാകുമ്പോൾ സ്വസ്ഥമായിരുന്ന് വായിക്കാമെന്ന് കരുതിയിട്ട് സ്റ്റഡി ലീവിന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തെറ്റായിപ്പോയി. ബാപ്പാക്കും ഉമ്മാക്കും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അടിപിടി നടക്കട്ടെ. ഞാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. മക്കളൊക്കെ വലുതാകുമ്പോ നമ്മളും അതിനനുസരിച്ച് പെരുമാറണ്ടേ? അതൊക്കെ എന്റെ തരാറാ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ വേഗം ചെന്ന് ഓനോട് പോണ്ടാന്ന് പറയും. ഞാൻ പറയൂല, അജന്നെ പോയി പറഞ്ഞാ മതി. നിങ്ങളല്ലേ ബാപ്പ, അപ്പൊ നിങ്ങളല്ലേ പറയണ്ട്? അത് ശരിയാവില്ല. ആ മക്കളോട് പറയേണ്ട ഇമ്മാരാ. പണ്ടേക്കും പണ്ടേ അങ്ങനെയാണ്. ഈ കേട്ടില്ലേ, പൊന്ന് കായ്ക്കണ മാരാണെങ്കിൽ പൊരക്ക് ചാഞ്ഞാ പെട്ടണമെന്ന്. എന്നാലൊരു കാര്യം ചെയ്യാ, നമുക്ക് രണ്ടാക്കും കൂടെ ചെന്ന് പറയാ. ആയിക്കോട്ടെ, ഒത്തുപിടിച്ചാ മലവും പോലും എന്നാണല്ലോ, മനസ്സിലായില്ലേ? കമറോ, ഇനി ഞങ്ങളെ പ്രശ്നം കൊണ്ട് പോണ്ട. ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. സത്യാണല്ലോ. ഇനി ഉമ്മാനും ബാപ്പാനും തർക്കം ഈ മുറിക്കുള്ളിൽ കേട്ടാൽ ഞാൻ സ്ഥലം വിടും. ബാപ്പ എന്തു പറയുന്നു? ഞാൻ നിർത്തി. നീ പോരെ, നിന്റെ ഒച്ചജി കേൾക്കൂല, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല. എന്നാലേ എന്റെ വായന മുടക്കണ്ട. നടക്കി നടക്കി ഇങ്ങോട്ട് വരി. നമ്മളെ വീട്ടിലൊരു എഞ്ചിനീയർ ഉണ്ടാവാന്ന് പറയണേന്റെ ഗമ എന്തായിരിക്കും? പുറത്തിറങ്ങി നടക്കുമ്പോ
എഞ്ചിനീയറെ ബാപ്പയാണ് ആ പോണതെന്ന് നിങ്ങളെ ചൂണ്ടി ആൾക്കാര് പറയണത് ഒന്ന് ഓർത്തുനോക്കി. വായിക്കാതെയും പഠിക്കാതെയും എഞ്ചിനീയർ ആവാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആരാ? നമ്മള്. ഏതായാലും ഞാൻ പോയി കുറച്ച് മീൻ വാങ്ങി കൊണ്ടുവരാം. ആ. മുണ്ടിയ ബാപ്പ അമ്മനെ തല്ലും, മുണ്ടിയില്ലെങ്കിൽ ബാപ്പ പന്നിയർച്ചി തിന്നു എന്ന് പറഞ്ഞ മാതിരി എഞ്ചിനീയർമാർ കുറച്ച് മീനൊക്കെ കൂട്ടുന്നത് നല്ല മനസ്സിലായില്ലേ?